എല്ലാവർക്കും ഉണ്ടാവും ആഗ്രഹം. ഫ്രണ്ട്സ് ഒരുമിച്ചൊരു ട്രിപ്പ് പോകണം, അതേപോലെ നമ്മളതായിട്ടുള്ളൊരു സ്ഥലം, സമയം അതൊക്കെ സ്പെൻഡ് ആക്കണം. അങ്ങനൊക്കെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു 10 ആൾക്കാരാണ് നമ്മുടെ ഫ്രണ്ട്സ്. ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ മീറ്റ് ആക്കുന്നത്. നമ്മളപ്പോൾ അങ്ങനെ കോളേജ് ഹോസ്റ്റൽ ലൈഫ് ഒക്കെ അടിപൊളിയാണ്. ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, സങ്കടങ്ങൾ ഷെയർ ആക്കുക, പിന്നെ ഫുഡ് കഴിക്കുക, എല്ലാം നമ്മൾ ഒരുമിച്ചിരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങളുടെ ഉണ്ടായിരുന്നു. ഒരു 10 ലിസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളില്. അത് ഒരിക്കലും നടക്കില്ല എന്നുള്ള ഒരു മൈൻഡോടുകൂടി തന്നെ നമ്മൾ ഉണ്ടാക്കിയത്. അതിൽ ഫസ്റ്റത്തെ ഒരു വിഷയമാണ് നമ്മളെ മഞ്ഞ് കാണാൻ പോകുന്നത്. മഞ്ഞ് കാണാൻ അതൊക്കെ അറിയാലോ, വിശ്വസിച്ച് നമുക്ക് എന്തുകൊണ്ടാണ് അതേപോലെ ഇട്ട് തന്നെയായിരുന്നു. പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നമ്മൾ ഈ 10 ആൾക്കാർ ഒരു ജില്ലന്റെ പുറത്ത് പോലെ ഒരുമിച്ച് പോയിട്ടില്ല. പോയിട്ടില്ലാതെ നമ്മൾ ഈ 10 ആൾക്കാർ ഈ മഞ്ഞ് കാണാൻ അത്രയും ദൂരം എങ്ങനെ പോകുന്നുള്ളത് ഒരു വലിയൊരു പൊതിച്ചിഹ്നം എന്ന് പറഞ്ഞ സംഭവം തന്നെയുണ്ട് അവിടെ. കാരണം അറിയാം, ഫാമിലി എല്ലാവർക്കും ഡിഫറെന്റ് ആണ്, ഡിഫറൻസ് ഉണ്ടാകാനുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരാളെങ്കിലും വിടാണ്ടിരിക്കൂല. അങ്ങനെ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ വിട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവം. കുറെ നമ്മൾ ഇതിനായിട്ട് കുറെ ഇറങ്ങി തിരിച്ച് വിടോ എന്നൊക്കെ പറഞ്ഞു കുറെ വീട്ടിൽ കായും കാലും വിട്ട് ചീച്ചിലായി കരഞ്ഞ് പിടിച്ച് പീച്ചി ഒക്കെ നോക്കി നടന്നില്ല. കാരണം ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്താ എല്ലാവരും പോണതല്ല ട്രിപ്പ്, നമ്മളിപ്പോ വലിയ സംഭവമാക്കി പറയാം. അങ്ങനെയൊന്നും എല്ലാ സംഭവം ഈ ഞങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞ ഒരു വലിയ ടാസ്ക് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ 10 ആൾക്കാരെയും ഒരുമിച്ച് കിട്ടേണ്ടി വരും ഞങ്ങൾക്ക്. പക്ഷെ അത് ഞങ്ങൾ ഒരിക്കലും മീൻസ് നമുക്ക് ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് ചിന്തിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്തേനും ഈ 10 ആൾക്കാർ വിടണമെന്ന സംഭവം. അങ്ങനെ ഒന്നാമത് പിന്നെ എന്റെ കൈ ഒടിഞ്ഞു കിടക്കുകയാണ്. എനിക്കൊരു ആ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പം ആ കൈ ഒടിഞ്ഞ അവസ്ഥയിൽ ഇന്നെ വിടുന്നതും കഷ്ടപ്പാടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മളെ മോമോന്റെ കാക്ക വരുന്നത് നമ്മളെ കൂടെ. മോമോന്റെ കാക്ക വരുന്നത് ഞാൻ കൊണ്ടുപോയിക്കോളാം ഓരെ. അങ്ങനെ മൂപ്പര് മുമ്പോട്ട് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം നടക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ താങ്ക്സ് ഒന്നുമില്ല മോമോന്റെ കാക്കത്തിന് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇത്ര നമ്മളെല്ലാവരും ഈ ഒരു 10 ആൾക്കാരും ക്യാരി ചെയ്തിട്ട് മീൻസ് 10 ആൾക്കാരും മൂപ്പരാണ് എന്താ പറയാ നോക്കിയിട്ടാണ് എല്ലാവരും ഈ ഒരു സംഭവം ട്രിപ്പ് തന്നെ ഉണ്ടായത്. അപ്പോൾ ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയുണ്ട്. ഞങ്ങളെ ലൈഫിൽ തന്നെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി ആയിട്ടുള്ള ഒരു സംഭവം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം ഒരിക്കലും എൻ്റെ അടുത്ത് ഈ മെമ്മറീസ് പോകരുത്. അത്രക്കും ഞങ്ങളെ ലൈഫിൽ നടന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമായിട്ട്. എനിക്ക് യൂട്യൂബിൽ 123K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് പറ്റുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. മലയാളം പഠിച്ചേ മലയാളം പഠിച്ചേ നമുക്ക് ഡെയിലി മലയാളി കസ്റ്റമർ നല്ല പിടിച്ചോളി നല്ല പിടിച്ചോളി കുണ്ടാ Are you ready? तुम किधर है? मैं उधर है. तुम किधर है? तू किधर से भाई? मैं आगरा में. अरे भाई. എത്തിയിട്ടുണ്ടല്ലേ ഗൈസ്. എന്ത് സ്വഭാവമാണ് ചേച്ചി അറിയോ? അവള് പറയുകയാണ് ഞങ്ങളോട് അവള് ഈ റൂമിൽ നിന്ന് പോവാൻ. പാത്രം ക്ലീനാ സുന്നത്തെ വേസ്റ്റ് ഒന്നും വേണ്ട. നീ ഒന്നും കഴിച്ചില്ല. രണ്ടാമത് കഴിക്കും.
इसके बाद हमको नहीं मिलेंगी वो सो करे गाँव മാമി വൈകിയിലാണ് ഫോണിൽ ചാർജ് ചെയ്യുന്നില്ല परिंदों की तरह ये दिल है सफर में तू मिला दे जिंदगी मेरी तेरी प्रेम कहानी तग तगे സോ നമ്മൾ रब्बा रब्बा मेरे रब्बा रब्बा मुझे बस एक झलक अरे मामी ਦੁਆ ਹੈਗੇ ਨਾ ਤੁਹਾਡੇ हेलो गाइस Two, three, go. പണി തുടങ്ങി ഏത് ഊബറിൽ പോയാലും ഏത് ഓട്ടോയിൽ പോയാലും അന്നയാളെ വളച്ചിട്ട് പോകുള്ളൂ ചിരിച്ചുകാണ്ടൊക്കെ ഉണ്ടടാ ഇത് അടിപൊളിയായി പാട്ട് വൈബല്ലേ ബെസ്റ്റ്
ബാക്കി എനിക്കറിയില്ല. ഓട്ടോ വിളിച്ചോളി ഇറങ്ങി. കുത്തിരുന്ന് പേൻ നോക്കുന്നവര് 3 ആൾക്കാരാണ് നമ്മൾ. ആഗ്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ 2 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയതിന് ഇതുണ്ട്. നീ ഇവിടെ പേൻ നോക്കാൻ തുടങ്ങാൻ പോകാതാ. What cultureless people are there? They are sitting in the... Hello, Hina. Don't... ബാക്കി നാളെ इधर देखो, हाय करो, हंसो, इसको किस करो, इसको किस करो, किस करो. പാടിക്കോ. അല്ലിയാമ്പൽ കടവിരന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊടുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാ. നിങ്ങൾ എവിടെയാണിപ്പോൾ? ആലപ്പുഴ ഹൗസ് ബോട്ടിംഗ് എങ്ങനെയുണ്ട്? വളരെ നല്ല അതെ, വളരെ അടിപൊളിയായിട്ടുണ്ട്. അല്ല പോയി കടന്ന്
ഫ്ലോട്ടിംഗ് ഷോപ്പിംഗ് ആണ്. നമ്മളെ അടുത്തുനിന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇയാളെ സംഭവം കൊണ്ട് വന്നിക്കാണ്. നിങ്ങൾ മുമ്പ് പോയിക്കോളി, ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. ഹായ് മോമോ. കിണ്ടു നമ്മളെ വാക്കുകളൊക്കെ അവിടെ നിക്കണു ഗൈസ്. അങ്ങ് കളിക്കല്ലേ ഇട്ടങ്ങള്. ആ എനിക്ക് ചിക്ക പേട്ടോ അങ്ങോട്ട് കൊയിഞ്ഞാടോ ഇമ്മേ. ഇപ്പൊ നമ്മളെല്ലാരും ഒപ്പരെത്തി. ചിഞ്ചു ഹലോ പറഞ്ഞോ. ചിഞ്ചു അന്നോന്റെ എപ്പച്ചക്ക് ഹായ്. അറിയില്ല. ക്ലാസ് കാണുന്നുണ്ടാവുമായിരിക്കും. ക്ലാസ് ഒന്നുമില്ല. വാങ്ങിത്തരുന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ അച്ഛനും കൂടെ ഇല്ല. എന്തല്ല കയ്യൊക്കെ ഓരോരുത്തർ എവിടെ കിട്ടില്ല കയ്യോടെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാലും എല്ലാരും ഇതാ എത്തി. എന്തല്ലേ ഇന്ന് എന്താണ് ഓരോന്ന് അതാണെങ്കിൽ പറയാം. शाम को यहाँ से गाड़ी चेंज कर दी, ठीक है. उसके बाद हमको ऊपर वो ड्रेस वगैरह में जाना है. लॉन्ग शूट लॉन्ग ड्रेस कैसा लगा? ट्रैवल ऑपरेटर തട്ടിക്കളയാളോ വേഗം തട്ടിക്കളയാളെ. വീഡിയോ ഒരു സെക്കൻഡ് എല്ലാരും കൂടി കിട്ടുന്ന പോലെ കാട്ടിക്കും. ഇന്ന ആരും എടുക്കാനില്ല.
എടുത്തോ എല്ലാരും എടുക്ക് സൈത്താനെ പൈസ കൊടുത്തില്ലത് വീഡിയോ എടുക്കണം നമ്മളിതാ അവിടെ ഇതിന് വന്നിട്ട് ക്യാബ് भैया भैया ये स्कीइंग और कैबल राइडिंग है कैबल राइडिंग है ना ये गोंडोला हाँ അത് ഗൊണ്ടോല എത്ര എന്തോ ഇതാ ഒന്ന് പുക വിടൂ വരുന്നില്ല മാസ്ക് കൂടെ വരുന്നില്ല ആ നല്ല ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാക്കും എന്റേത് ആ കാണിച്ചോ മാമി പുക വിട്ടോ ഗൈസ് പുക വിടാനായിട്ട് വന്നാണ് ഇങ്ങോട്ട് എല്ലാരും ആ അത് പറ ഗൈസ് നമ്മളോട് ഇവിടെ വന്നിട്ട് 10 റുപ്യക്ക് ചായ ഈ ഒരു ഗ്ലാസ് ചായ ഞങ്ങക്ക് 10 റുപ്യ നമ്മള് പറഞ്ഞ ആദ്യം എന്നിട്ട് നമ്മളോട് അത് കള്ളത്തരം കാട്ടി നോക്കണേ അങ്ങോട്ട് വീണോ ട്രെയിൻ മറിഞ്ഞു ഗൈസ് ഞാൻ തിന്നണക്ക് ടോപ്പ് ആയിക്കടി ഇനി പോരി മതി ഓറക്കത് മതി किंडी किंडी भैया बुलाइए ना किंडी किंडी तुम्हारे घोड़ा मेरे साथ है ये बहुत अच्छा है बुलबुल है नाम बुलबुल ये क्या है ये जवान है जवान जायन है जायन 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 किंडी बोलो बोलो उधर है ना बस जब हम ओ जवाओगे क्या बात है कहाँ होगे ऐसी हस्ती थी वो ऐसी खिल मुर्शी ये दोनों घोड़ा आपकी है का नाम क्या है 22 रन जा रहे हैं भाई हम 22 रन जा रही है गाइस लुक एट द व्यू നമ്മളെ തപ്പു ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല പാവം സോ ഗൈസ് നമ്മള് എന്താ മിനി സ്വിറ്റ്സർലാൻഡ് പറഞ്ഞുള്ള സ്ഥലത്തേക്കാണ് ഇപ്പൊ പോണത് പാൽഗാമിലാണ് നമ്മളുള്ളത് ഇതാണ് നമ്മുടെ ദീദു ചാണകത്തിൽ എക്സ്ട്രാ പൈസ ഒക്കെ ചോദിക്കും അതിന് അറിയാ ചവിട്ടി ഇതാ ഞങ്ങള് പോകുന്നു
दीवाना इस सोच की नाम दीवाना ഇന്ന് ഒറ്റക്കാക്കിട്ട് വിട്ടിക്കണം കേട്ടോ. तुम्हारे होश मेरे काल के अंदर. ഗായ്സ് നടന്നോടി. ഓ പിടോമി പോകുന്ന രസം എല്ലാരും ആർപ്പും കാണാം. Oh my god. വരുന്നുണ്ടില്ലേ പഹയൻ അടിക്കാൻ വരുന്നുണ്ടില്ലേ. फोन कर भाई. കിണ്ടി 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 ചിരിച്ച ഇങ്ങനല്ലേ വളിഞ്ഞ് ഹാപ്പിനെസ് കാണിക്കും. स्माइल करो. सफू किंडी किंडी इधर वीडियो. സാധനമാണ് ഹോഴ്സ് റൈഡ്. Ready, 1, 2, 3, start. മതിരി ത്രമ്പി ഇവിടെ വന്നപ്പോ കണ്ട ഒരു കുഞ്ഞി സ്നോമാൻ ആണ്. വീടുകളും ഇതേപോലെ മഞ്ഞുകളും ആഡംബരങ്ങളുമെല്ലാം കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം മനസ്സിൽ നിന്നൊരിക്കലും ഓ തുമ്മാരെ മുഖത്ത് നല്ല ഭംഗിയില്ലേ കാണാന്. എല്ലാതും ഇങ്ങനെ മേലക്ക് കയ്യില
ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ എടുക്കൂല, എത്ര നേരം എടുക്ക. അപ്പം എല്ലാരും യമുനാഘട്ടിൽ നിന്ന് ഇവിടെ പറയുകയാണ്. ഇവിടെ വലിയ നൈജീരിയക്കാരുടെ ഇതാണ് ഇവിടെ ഡൽഹിയിലെ റെഡ് ഫോർട്ടിന് മുന്നിൽ നടക്കുന്ന പണി. നമ്മളങ്ങനെ നമ്മൾ എവിടേക്ക് പോണൊക്കെ ഉണ്ടു? നമ്മൾ പോവുകയാണ്. എവിടേക്ക്? യെല്ലോ ലൈൻ ഫോളൊക്കെ അറിയോ? ആ, ഏറ്റവും വലിയ കാക്കയാണ്. കാക്ക, നിങ്ങളാണ് കുട്ടികളെ കേടെടുക്കുന്നത്. യെല്ലോ ലൈൻ ഫോളോ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ആ, ഈ കാക്കാനെ എല്ലാരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പോൾ വേറെ മെട്രോ മാറി കയറി, ഒരു മെട്രോ മാറി കയറിയിട്ട് അടുത്ത മെട്രോ മാറി കയറാൻ പോവാണ്. അതായത് മെട്രോ എത്തി. ട്രെയിൻ മെട്രോ ഞങ്ങള് പോയി. ഒരു മാത്രം അവിടെ ആദ്യം ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമ്മളെടുക്കാൻ പോണ്. ഇവരെന്താ ചെയ്യണെന്ന് നമ്മക്ക് എന്നെ മനസ്സിലാവണില്ല. ആ മെട്രോ ഇറങ്ങി എന്നിട്ട് സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് അറിയൂലേ. ആ മെട്രോ നമ്മളെ പകുതി ആൾക്കാർ കാക്കയും വരും എല്ലാരും പകുതി ആൾക്കാരോളം ആ മറ്റേ കഴിഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങി മീൻസ് കേറിയില്ല. നമ്മള് ഈ ലുബിന അവിടെ വാതിലിന്റെ മുന്നിൽ നിൽക്കണോണ്ട് ഞാൻ കേറി. പക്ഷെ ലുബിന ഞാൻ വെച്ച് ലുബിന എല്ലാവരും കേറിയപ്പോ ഞങ്ങൾ ആ മനസ്സിലായില്ല. കണ്ടു മറ്റൊരു കുട്ടിയില്ലേ നമ്മളോട് 10 റുപ്യക്ക് നമ്മള് കുത്തുബിനാർ കൊണ്ടുപോലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് 10 റുപ്യക്കാണെങ്കിൽ വരുള്ളൂ എന്ന് പറഞ്ഞു. മൊത്തത്തിൽ തന്നെ എന്തൊക്കെയോ അല്ലേ. ഞങ്ങള് ഒറ്റമഴ രാവിലെ ഒറ്റമഴ. താങ്കൾ സീറ്റിലാണല്ലോ. ആഫ്രിക്കയിലെ ഫ്രീക്കാണ് ഗൈസ്. അൽ അണ്ണു ഇത് ഏതാ? ഇത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും മിക്സ് ആയിട്ടുള്ളൊരു സാധനം. ഓരോന്നോരോ വെറൈറ്റി ആണ്. നമ്മൾ അങ്ങനെ അറ്റ് ലാസ്റ്റ് കുത്തുബിനാറിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. റിൻസി ഓരോ ഫ്രീക്ക് ഓഫ് പൂക്കുറ്റികള് കിണിന്റെ പോസ്റ്റ് കാണിച്ചെടുത്ത ആൾക്കാർക്ക് മതി. നമ്മളെ ടോക്കൺ എനിക്കില്ല. ബിലോ 15 ഉണ്ടായിരിക്കുക. അല്ലേ കിണ്ടിന് 15 ആക്കിയാ മതിന്നോ. കണ്ടാ പറയില്ല. ആർക്കാ കിട്ടാത്തെ? Okay guys, let's go to the Qutub Minar. എന്താ ഓരോ മോണ്യുമെന്റ്സിന്റെ മുന്നിൽ പോലെ റീൽസ് ഏതൊക്കെ ചെയ്യണമെന്നാണ് ലുബു. യെസ്, ഈ കിണർ എന്താ അറിയോ? ഓരോ കാര്യന്മാരെ കേറുന്ന കേറാൻ പറ്റില്ലുണ്ടാവില്ല. മണ്ടന്മാരാണ്. മണ്ടന്മാരുടെ അമ്മയ്ക്കാണോ തന്നെ കുത്തുബ് മിനാർ പിന്നെ ഒരു മോസ്ക് ഉണ്ട്, അലൈ ദർവാസ, പിന്നെ ഒരു മോസ്ക് ആണ് ഈ കുത്തുബ് മിനാറിലുള്ളത്. ആ ഇത് പിന്നെ അതില് ഇതാണ്
കുത്തുബ് മിനാർ അവിടെ. മോസ്റ്റ് ആൾക്കാർ അടുത്ത് അറിയില്ല, അതോ അതാണ് മോസ്റ്റ്. അല്ല നിമ്നാനെ കുറിച്ച് പറഞ്ഞുതരാം. പക്ഷെ അതിന് മുമ്പ് അയാൾ മരിച്ചു. ഇയാളുടെ ബാക്കിക്കാരാണെങ്കിലോ ഇതാണെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു സ്റ്റോറി, ഒരു തട്ടായിട്ടുള്ളൂ. ഇത് ഒരു തട്ട് പോലും ആയിട്ടില്ല. തട്ട് പോലും ആയില്ല. ശരിക്കും ഇത് ഉണ്ടാക്കിയത് ആരാ വെച്ചാല് സുൽത്താൻ അലാവുദ്ദീൻ ഖൽജി ഇയാളാണ്. എന്താ അല്ലേ ഇവരെന്താ ഭയങ്കര മത്സരമായിരുന്നില്ലേ മുഗൾ എംപയേഴ്സ് ഒക്കെ അല്ലേ ലുബുന? മോന് മത്സരമായിരുന്നില്ലേ പണ്ട് ഒരാള് മേലുണ്ടാക്കി. നെക്സ്റ്റ് ഇതാ ഇത് ഗ്രേവിയാണ് കേട്ടോ. ഇത് 2000 ലിറ്റർ വെറുതെ പറഞ്ഞാണോ ഗൈസ്? ഇത് 2000 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ആണ്. അനക്കേ മാക്സിൽ എസ് വാങ്ങിയാൽ മാത്രം പോരാ. പോരി ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഏത് എത്ര? 72.5 meters. ഓക്കെ ആണല്ലേ? തൂണല്ലേ അത് മോമോ? ഇത് തൂണാ ഗൈസ്. ഓക്കെ മോമോ വാ. പറയാ പറയല്ലോ മോമോ. നമ്മൾ ജമാ മസ്ജിദ് എത്തിയിട്ടുണ്ട്. ആ ബലൂൺ നോക്കിയാ ചെറിയ ബലൂൺ ഇവിടെ ഉണ്ടല്ലോ ഗൈസ്. ഡ്രസ്സൊക്കെ എന്തായാലും മിനിക്കുട്ടിയെ മോഹബത്ത് സർബത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ സംഭവം. കുറച്ച് ആയിക്കോട്ടെ, നീ കുറച്ച് ആയിക്കോട്ടെ കേട്ടോ, കുറച്ച് ആയിക്കോട്ടെ. നീ എടുക്കൽ കൊണ്ടോ ആയില്ല ഈ കൊണ്ടേ. ഭയങ്കരം തലചെറിയുന്നു. അമ്മി എടുന്ന നല്ല ഒരു ബട്ടർ ചിക്കൻ, ഒരു കബാബ് കഴിക്കാൻ വന്ന അവസ്ഥ. 4-5 ഫ്ലോർ കയറി ഇരിക്കുകയാണ്. മോനെ അഴകിയ ലേല ലല ഇവളതു സ്റ്റൈല ലല അഴക പൂവിൻ ലാലേ ലാ ലേ ലാ ലേ ലല. എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.